ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെ നമുക്ക് ഡിലീറ്റ് ആയിപ്പോയ ഫോട്ടോസും വീഡിയോസും തിരിച്ചെടുക്കാം എന്നതിനെ പറ്റിയാണ്. അപ്പോൾ പലരും വിചാരിക്കും നമ്മൾ ഗാലറിയിൽ പോയി റീസെൻ്റ്ലി ഡിലീറ്റഡ് എന്നതിൽ നിന്ന് എടുത്താൽ മതിയില്ലേന്ന്. അപ്പം ഉള്ള ഒട്ടുമിക്ക ഫോണുകളിൽ നമുക്ക് ഇവിടെ റീസെൻ്റ്ലി ഡിലീറ്റഡ് ഓപ്ഷൻ കാണിക്കും. ഇവിടുന്ന് എടുത്താൽ പോലെയാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഇതല്ലാതെ തന്നെ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത പോയ ഫോട്ടോസ് നമുക്ക് എങ്ങനെ തിരിച്ചെടുക്കാം എന്നതിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ അതിനായി നിങ്ങളൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. പ്ലേ സ്റ്റോറിൽ പോയി ഡേറ്റ റിക്കവറി തന്നെ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ടാപ്പ് ഇൻറ്റു ആപ്സ് എന്ന് പറഞ്ഞ ഒരു ക്രിയേറ്ററിൻ്റെ ഡേറ്റ റിക്കവർ ഡേറ്റാസ് ആൻഡ് ഫോട്ടോസ് എന്ന ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. ഇത് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ട്. ഞാൻ ഈ ആപ്പിൻ്റെ ലിങ്ക് പറ്റുമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവിടുന്ന് പോയി നിങ്ങൾക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ആപ്പ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ജസ്റ്റ് കുറച്ച് ആഡ്സ് വരുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുക. ആൻഡ് ഇവിടെ അപ്ഗ്രേഡ് ടു പ്രീമിയം ഉണ്ട്, അത് ക്ലോസ് ചെയ്യുക. അപ്പോൾ നിങ്ങളോട് ആദ്യം തന്നെ കുറച്ച് പെർമിഷനൊക്കെ ചോദിക്കും. അത് ജസ്റ്റ് ഒന്ന് അലൗ ചെയ്ത് കൊടുക്കുക. എല്ലാം പെർമിഷൻ അലൗ ചെയ്യണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻ കാണാൻ സാധിക്കും. സ്കാൻ ഇമേജസ്, സ്കാൻ വീഡിയോസ്, സ്കാൻ ഓഡിയോ, സ്കാൻ ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ ഞാനിവിടെ സ്കാൻ ഇമേജസ് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഡിലീറ്റ് ആയി പോയിട്ടുള്ള എല്ലാ ഫോട്ടോസും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. ഇവിടെ എല്ലാം സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 448 ഫൗണ്ട്. റീസെൻ്റ്ലി ഡിലീറ്റഡിൽ നിന്നും ഡിലീറ്റ് ചെയ്ത 448 ഇമേജസ് ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം വരുമ്പോൾ കുറച്ച് സമയം എടുക്കും. നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പം 5000 6000 ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും ഇത് ഫൈനൽ റിസൾട്ട് വരാൻ വേണ്ടി. ഗൈസ്, ഈ ആപ്പിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിലീറ്റ് ആകാത്ത ഫോട്ടോസും ചിലതൊക്കെ ഇടയ്ക്കേറി വരുന്നുണ്ട്. അത് വലിയൊരു നെഗറ്റീവ് കാര്യമായിട്ട് ഞാൻ എടുക്കുന്നില്ല. ഡിലീറ്റ് ആയ ഫോട്ടോസ് ഉറപ്പായിട്ട് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പക്ഷേ ചില സമയത്ത് ഡിലീറ്റ് ആകാത്ത ചില ഫോട്ടോസൊക്കെ വരുന്നുണ്ട്. ഇവിടെ ആഡ് വരുന്നുണ്ട്, ജസ്റ്റ് അത് സ്കിപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ കാണിക്കും ടോട്ടൽ ഫയൽസ് സ്കാൻഡ് 86,730 ഫയൽസ് ഉണ്ട്. അതിൽ 24,731 റിക്കവറബിൾ ഫയൽസ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ബാക്കിയുള്ളതെല്ലാം ഇന്നത്തെ തന്നെ ഉള്ള ഫോട്ടോസാണ്. അല്ലെങ്കിൽ ചിലതൊക്കെ റിക്കവർ ചെയ്യാൻ പറ്റാത്തതായിരിക്കും. എന്നാലും നമുക്ക് ഇത്ര ഫയൽസ് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് നല്ലൊരു പ്ലസ് പോയിൻ്റ് ആണ് ഗൈസ്. അപ്പോൾ ഇവിടെ ടോട്ടൽ എല്ലാം ഫൗണ്ട് ആയിട്ടുണ്ട്. എല്ലാം ഫയൽസും സ്കാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പം ചോദിക്കുകയായിരിക്കും ഫോട്ടോസ് ഒന്നും കാണുന്നില്ലല്ലോ. ജസ്റ്റ് നിങ്ങളൊരു താഴോട്ട് സ്വൈപ്പ് ചെയ്തുകൊണ്ട് ഇടണം. കുറേ ആപ്പിൻ്റെ ലോഗോസൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ ആഡാണ്. ജസ്റ്റ് ഒരു താഴോട്ട് സ്വൈപ്പ് ചെയ്തുകൊണ്ട് ഇട്ടണം. കുറച്ച് സ്വൈപ്പ് ചെയ്ത് നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങളുടെ ഫോട്ടോസ്. ഇവിടെ നിങ്ങൾ ഡിലീറ്റ് ആയി പോയ ഫോട്ടോസ് എല്ലാം ഇതിനകത്തുണ്ട്. ഇതിനകത്ത് റിക്കവർ ചെയ്യാനായി ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് നിങ്ങൾ കാണാൻ സാധിക്കും ഇപ്പോൾ എൻ്റെ എല്ലാം ഡിലീറ്റ് ആയി പോയ ഫോട്ടോസ് എല്ലാം വന്നിട്ടുണ്ട്. എല്ലാ ഫോട്ടോസും ഉണ്ട് ഗൈസ്, എല്ലാം ഡിലീറ്റ് ആയി പോയ എല്ലാ ഫോട്ടോസും. ഓക്കെ, ഇത് റിക്കവർ ചെയ്യാൻ എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. റിക്കവർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഏത് ഫോട്ടോ ആണ് റിക്കവർ ചെയ്യേണ്ടത് അത് ജസ്റ്റ് ഒന്ന് നെക്കി പിടിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ കാണാൻ സാധിക്കും. റിക്കവർ എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, റിക്കവർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. നമുക്ക് ഏകദേശം 10 ഫോട്ടോസ് വരെ ഇങ്ങനെ റിക്കവർ ചെയ്യാൻ സാധിക്കും ഗൈസ്. ഇവിടെ എഴുതിയിട്ടുണ്ട് യു ക്യാൻ ഓൺലി റിക്കവർ 10 ഇമേജസ് ഇൻ ഫ്രീ വേർഷൻ. പ്ലീസ് അപ്ഗ്രേഡ് യുവർ ആപ്പ് ഫോർ അൺലിമിറ്റഡ് ആക്സസ് ഓർ വാച്ച് ആഡ് ടു ഗെയിൻ എ ലിമിറ്റ് ഓഫ് 10 more ഇമേജസ്. ഇവിടെ പറയുന്നത് നമ്മൾ പ്രീമിയം ഇത് വാങ്ങിച്ചാൽ നമുക്ക് 10-ലധികം ഫോട്ടോസ് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും. ഇവിടെ റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും. ഞാൻ ഇവിടെ ഫോട്ടോസ് റിക്കവർ ചെയ്യുമ്പോൾ തന്നെ നേരെ ഇത് റിക്കവർ ആയിട്ടുണ്ട്. ഫയൽസിൽ പോയി നോക്കാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ ഞാൻ റിക്കവർ ചെയ്ത ആ ഇമേജസ് വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഈ ആപ്പ് ജെന്യൂൻ ആപ്പാണ്. ഇനി നിങ്ങൾക്ക് പ്രീമിയം അപ്ഗ്രേഡ് ചെയ്യണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അത് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് വാച്ച് ചെയ്യാൻ സാധിക്കും. വാച്ച് ആഡ് ചെയ്തൊരു ആഡ് വരും. നിങ്ങൾക്ക് അതിലൂടെ ആ ആഡ് കണ്ടിട്ട് വീണ്ടും ഒരു 10 റിക്കവർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു ഉപകാരപ്പെട്ട നല്ലൊരു ആപ്ലിക്കേഷനാണ്. എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന് നല്ല വീഡിയോസ് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ ബൈ. Tell me pretty lies, look me in the face, tell me that you love me, even if it's fake.